തായ്ലാൻഡിൽ ഉണ്ടാക്കുന്ന ക്രേറ്റിംഗ് ഡായിങ് എന്ന സിറപ്പിന്റെ അതേ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തുണ്ടാക്കിയ ഒരു എനർജി ഡ്രിങ്ക് ആണ് റെഡ് ബുള്ള്. റെഡ് ബുൾ ഗിവ്സ് യു വിങ്സ് എന്ന ടാഗ് ലൈനൊക്കെ നമ്മളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇവയുടെ ഓരോ ക്യാനുകളും നമുക്കരികിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ആദ്യം ഒരു ബാരൽ നിറയെ ആവശ്യമുള്ള വെള്ളം നിറയ്ക്കും. ശേഷം അതിനെ പ്യൂരിഫൈ ചെയ്തതിനു ശേഷം അതിൽ ആൽക്കലൈനും മറ്റാവശ്യമുള്ള ഇൻഗ്രീഡിയൻസും, അതായത് ഈ ബാരലിലേക്ക് ടോറിൻ പൗഡർ, കെഫീൻ, സൂക്രോസ്, ഗ്ലൂക്കോസ്, സിട്രിക് ആസിഡ്, കാർബൺ ഡയോക്സൈഡ്, അസിഡിറ്റി റെഗുലേറ്റേഴ്സ്, മഗ്നീഷ്യം കാർബണേറ്റ്, ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് എന്നിവ മിക്സ് ആക്കും. ശേഷം ഇതിനെ ലാബ് ടെസ്റ്റിനായി അയക്കും. കാരണം ഇതിലെ കഫീന്റെ അളവ് കൂടിയാൽ ഇൻസോംനിയ ആളുകളിൽ ഉണ്ടാകും. ഇതിന്റെ ദോഷം കമ്പനിക്ക് തന്നെയാണല്ലോ. Keep in mind that one coffee bean has only 1.4 milligram and tea has 11 milligram, but Red Bull contains 30 milligram of caffeine. ഇതൊക്കെ കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന എനർജി ഡ്രിങ്കിനെ അതാത് അളവിൽ ഒരു മെഷീന്റെ സഹായത്തോടുകൂടി ഓരോ ക്യാനുകളിലായി നിറയ്ക്കും. ശേഷം പാക്കിംഗ് ഒക്കെ ചെയ്ത് കടകളിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിലേക്ക് കടക്കും. മാത്രമല്ല, ആളുകളിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിക്കുന്നതിനായി ഒരു നല്ല എമൗണ്ട് പൈസ തന്നെ കമ്പനി മാർക്കറ്റിംഗിൽ ഇറക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഡ്രിങ്ക് ഇഷ്ടമാണോ ഗൈസ്?